SEBI Guidelines for Mutual Fund. SEBI Mutual Fund Regulations amended 2012 lays down the following guidelines. A mutual fund should be constituted in the form of a trust duly registered under the provisions of the Indian Registration Act 1908 and managed by separately formed AMC. The minimum net worth of AMC shall be 10 crores, of which the sponsor should contribute 40%. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കപ്പെടുകയും അത് മാനേജ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഫോം ചെയ്യുകയും ചെയ്യണം. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നെറ്റ് വർത്തായിട്ടുള്ള 10 crore സ്പോൺസറുടെ കോൺട്രിബ്യൂഷൻ 40% ആയിരിക്കും. The sponsor should have good track record with minimum experience of 5 years in the relevant field of financial services. സ്പോൺസർക്ക് നല്ല ഗുഡ് ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഫിനാൻഷ്യൽ സർവീസ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. The mutual fund should have a custodian not in any way associated with AMC. മ്യൂച്വൽ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും AMCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാവരുത്. The asset management company should not invest in any of its scheme unless full disclosure of its intention to invest has been made in the offer document. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലെ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓഫർ ഡോക്യുമെൻറ്റിൽ കാണിച്ചിട്ടുണ്ടാവണം. സ്കീംസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച്ഡ് ബൈ ദ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ ട്രസ്റ്റി. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ട്രസ്റ്റി അപ്രൂവ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സ് കനോട്ട് ഡീൽ ഇൻ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻസ് ഓൺ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റികളുടെ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല. എ മ്യൂച്വൽ ഫണ്ട് may enter into short selling or derivatives transactions subject to the framework specified by SEBI. ഷോർട്ട് സെല്ലിങ്ങും ഡിറൈവേറ്റീവുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ സെബിയുടെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. The offer document of NFO should contain disclosure which are adequate in order to enable the investors to make informed investment decision. ന്യൂ ഫണ്ട് ഓഫറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിനെ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അറിയിച്ചുകൊണ്ടായിരിക്കണം പുറത്തിറക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അണ്ടർ ആൻ ഇൻഡിവിജ്വൽ സ്കീം ഷുഡ് നോട്ട് എക്സീഡ് 5% ഓഫ് ദ കോർപ്പസ് ഓഫ് എനി കമ്പനീസ് ഷെയർ. ഇൻഡിവിജ്വൽ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ 5% കൂടാൻ പാടുള്ളതല്ല. Investment under all the schemes cannot exceed 15% of the funds in the shares and debentures of a single company. എല്ലാ തരത്തിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 15% കൂടാൻ പാടുള്ളതല്ല. Every closed-ended scheme other than an equity-linked savings scheme should be listed on a recognized stock exchange. ഒരു ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം ഒഴിച്ചിട്ടുള്ള എല്ലാ ക്ലോസ്-എൻഡഡ് സ്കീമും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം. For open-ended schemes, the AMC should issue the statement of accounts or unit certificate within 5 days from the date of closure of initial subscription or date of receipt of application for the same. ഓപ്പൺ-എൻഡഡ് സ്കീം ഇറക്കുമ്പോൾ AMC സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സോ യൂണിറ്റ് സർട്ടിഫിക്കറ്റും ക്ലോസ് ചെയ്യുന്ന ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ റെസീപ്റ്റിൻ്റെ ഡേറ്റിനും 5 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സും യൂണിറ്റ് സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്തിരിക്കണം. The advertisement should include the content of the trust deed, management agreement and scheme-wise balance sheet. It should be in accordance with the advertisement code of SEBI.
മ്യൂച്വൽ ഫണ്ട്സുകൾ അഡ്വർടൈസ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ ട്രസ്റ്റ് ഡീഡ്, മാനേജ്മെൻറ്റിൻ്റെ എഗ്രിമെൻറ്റ്, സ്കീമുകൾ, സ്കീം വൈസുള്ള ബാലൻസ് ഷീറ്റ് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം. അതിനോടൊപ്പം സെബിയുടെ അഡ്വർടൈസ്മെൻറ്റ് കോഡും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. The minimum amount to be raised in a closed-ended scheme is 20 crores and in open-ended scheme is 5 crores. In case minimum amount is not collected within the prescribed time limit, which is different for various schemes, the entire amount shall be refundable. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ക്ലോസ് എൻഡഡ് സ്കീമാണെങ്കിൽ 20 കോടിയും ഓപ്പൺ എൻഡഡ് സ്കീമാണെങ്കിൽ 50 കോടിയുമാണ്. ഏതെങ്കിലും കാരണവശാൽ മിനിമം എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതുവരെ കിട്ടിയിട്ടുള്ള മുഴുവൻ എമൗണ്ടും റീഫണ്ടബിൾ ആയിരിക്കണം. മ്യൂച്വൽ ഫണ്ട് ഷുഡ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്, എക്സ്പെൻസസ് ആൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് എക്സ്പെൻസസ് എമംഗ് ഇൻഡിവിജ്വൽ സ്കീം. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡിവിജ്വൽ സ്കീമുകളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്, എക്സ്പെൻസസ്, അപ്രോപ്രിയേഷൻ ഓഫ് എക്സ്പെൻസ് എന്നിവ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. മ്യൂച്വൽ ഫണ്ട്സ് ആർ ഒബ്ലൈഡ് ടു publish scheme-wise annual report, annual statement of account, furnish half-yearly unaudited accounts, quarterly statement of movements and net asset value and quarterly portfolio statement to SEBI. മ്യൂച്വൽ ഫണ്ടുകൾ തീർച്ചയായും പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് ആനുവൽ റിപ്പോർട്ട്, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, ഹാഫ് ഇയർലി അൺഓഡിറ്റഡ് അക്കൗണ്ട്സ്, ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് നെറ്റ് അസറ്റ് വാല്യൂ ആൻഡ് ക്വാർട്ടർലി പോർട്ട്ഫോളിയോ സ്റ്റേറ്റ്മെൻറ്റ് ടു സെബി. The net asset value of the scheme shall be calculated and published at least in 2 daily newspapers at intervals of not exceeding 1 week. NAV of a close-ended scheme shall be calculated on daily basis and published in at least 2 daily newspapers having circulation all over India. NAV കണക്കാക്കി ഓരോ സ്കീമുകളിലെയും അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ആഴ്ചയിൽ 2 ന്യൂസ് പേപ്പറുകളിലെങ്കിലും അത് ഇഷ്യൂ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്ലോസ് എൻഡഡ് സ്കീമുകളിലെ NAV കാൽക്കുലേറ്റ് ചെയ്യുകയും അത് ഡെയിലി ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്ന 2 ന്യൂസ് പേപ്പറുകളിലെങ്കിലും പബ്ലിഷ് ചെയ്തിരിക്കുകയും ചെയ്യണം. SEBI is empowered to appoint one or more person as inspecting authority to inspect the mutual fund. SEBI ഒന്നോ അതിലധികമോ ഇൻസ്പെക്റ്റിംഗ് അതോറിറ്റി ആയിട്ട് ആളുകളെ നിയമിക്കുകയും മ്യൂച്വൽ ഫണ്ടുകളെ ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. SEBI ഈസ് എംപവേർഡ് ടു അപ്പോയിൻറ്റ് ആൻ ഓഡിറ്റർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതുപോലെ തന്നെ SEBI ഒരു ഓഡിറ്ററെയും നിയമിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കാൻ വേണ്ടി. SEBI can suspend registration of mutual fund in case of violations of the provisions. SEBI പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇരുന്നാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിൽ കൃത്രിമം കാണിക്കുകയോ ഒക്കെ ചെയ്താൽ SEBIക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Association of Mutual Funds in India, AMFI. The Association of Mutual Fund in India is an industry standards organization in India in the mutual fund sector. It was formed in 1995. All SEBI registered mutual funds firms are its members. AMFI aims to develop the mutual fund market in India by improving ethical and professional standards. It dedicated to protect and promote the interest of mutual funds and their unit holders. AMFI എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ SEBI റെഗുലേറ്റ് ചെയ്യുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് AMFI എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ളതും എത്തിക്കലായിട്ടുള്ളതുമായ സ്റ്റാൻഡേർഡ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്.
അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെയും അതുപോലെ അവിടെയുള്ള യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. limitations or disadvantages of mutual funds. Market risk, returns not guaranteed, high cost or charges, no control over investment decisions, lock-in period, over diversification. Market risk. Mutual funds are subject to market risk like any other investment in the financial market. Hence, the investors may suffer unexpected loss. നിങ്ങൾ പരസ്യങ്ങളിൽ കേട്ടിട്ടുണ്ടാവും, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാത്തിനും മാർക്കറ്റ് റിസ്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിനും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റിട്ടേൺസ് നോട്ട് ഗ്യാരണ്ടീഡ്. മ്യൂച്വൽ ഫണ്ട്സ് മെയിൻ ഫീച്ചർ ഈസ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ദിസ് വിൽ ഹെൽപ്പ് ഇൻ മിനിമൈസിംഗ് ദ റിസ്ക്, but this does not result in maximization of returns or assure any level of return. Professional management of a fund by a team of experts does not insulate investors from bad performance of the fund. Hence, mutual funds do not give any guarantee of returns for investment made in its schemes. മ്യൂച്വൽ ഫണ്ടിൻ്റെ മെയിൻ ഫീച്ചറാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഇതനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പല നിക്ഷേപങ്ങളിലായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അത് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി തീർക്കാൻ അവർക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല. പ്രൊഫഷണൽ മാനേജ്മെൻറ്റാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നതെങ്കിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ടിന് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും നൽകാൻ സാധിക്കുന്നില്ല. ഹൈ കോസ്റ്റ്. The cost of managing mutual fund schemes are high. This will be charged from mutual fund investors in the form of entry or exit fees, transaction charges, maintenance charges, fund running expenses, brokerage charges, etc. These charges may sometimes seem high comparing to the performance of the mutual fund schemes. മ്യൂച്വൽ ഫണ്ടുകളുടെ മാനേജിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അതായത് എൻട്രി ഓർ എക്സിറ്റ് ഫീസ്, ട്രാൻസാക്ഷൻ ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ്, ഫണ്ട് റണ്ണിങ് എക്സ്പെൻസസ്, ബ്രോക്കറേജ് ചാർജസ് ഇങ്ങനെയുള്ള ചാർജുകൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഈടാക്കാറുണ്ട്. ഇത് അവർക്ക് കിട്ടുന്ന റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചിലവേറിയതാണ് എന്ന നിലയിൽ ഇത് ഒരു ലിമിറ്റേഷനായിട്ട് കണക്കാക്കുന്നു. No control over investment decision. All types of mutual funds are managed by fund managers. The managers of mutual funds make all decisions about investors' fund, which securities to buy and sell, and when to do so. As a result, investors do not have any control over his investment. This will be difficult for investors who have their own expectation about portfolio combinations, returns, tax rate, etc. Nowadays, mutual funds offer switching features to investors at later stages of investment to overcome this limitation. മ്യൂച്വൽ ഫണ്ട്സുകൾ മാനേജ് ചെയ്യുന്നത് ഫണ്ട് മാനേജേഴ്സാണ്. ഫണ്ട് മാനേജേഴ്സാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് എന്ത് ചെയ്യണം, ഏത് നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കണം, ഏതെല്ലാം സെക്യൂരിറ്റികൾ വാങ്ങണം, വിൽക്കണം, എപ്പോൾ വാങ്ങണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഏത് പോർട്ട്ഫോളിയോ കോമ്പിനേഷനിൽ നിക്ഷേപിക്കുന്നു, അതിൻ്റെ റിട്ടേൺ എത്രയാണ്, അതിൻ്റെ ടാക്സ് റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അവർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഓഫർ സ്വിച്ചിങ് ഫീച്ചർ എന്നുള്ളത്, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഓഫർ അവർക്ക് നൽകുന്നുണ്ട്. ലോക്ക്-ഇൻ പീരീഡ്. ദർ വിൽ ബി എ ലോക്കിംഗ് പീരീഡ് ഫോർ സർട്ടൈൻ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ലൈക്ക് ക്ലോസ്-എൻഡഡ് സ്കീംസ്. ദിസ് വിൽ പ്രിവെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാഷിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ ഇൻ നീഡ്. ദേ വിൽ ബി ചാർജ്ഡ് ഫോർ early withdrawal ഫ്രം സച്ച് സ്കീംസ്. ലോക്ക്-ഇൻ പീരീഡ് എന്ന് വെച്ചാൽ
ക്ലോസ് എൻഡഡ് സ്കീം പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു ലോക്ക് ഇൻ പീരീഡ്, അതായത് ആ സമയത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ക്യാഷാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇയർലി വിഡ്രോവൽ, അതായത് നേരത്തെയുള്ള പിൻവലിക്കലിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നു. അത് ഒരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ഓഫൺ cited as one of the main advantages of mutual fund. However, there is always the risk of over diversification, which may increase the operating cost of a fund, which may dilute the relative advantage of diversification. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക്. എന്നാൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആയാൽ അവിടെ റിസ്ക് കൂടുതലായിരിക്കും. അതായത് പലതരത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ അവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻറ്റേജായ ഡൈവേഴ്സിഫിക്കേഷൻ ചില സമയങ്ങളിൽ ഡിസഡ്വാൻറ്റേജായിട്ട് മാറുന്നു.